തലസ്ഥാന മേയറെ ചില പ്രത്യേക ഓൺലൈൻ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിലേ കാണാനുള്ളൂ. പൊതുജനങ്ങൾക്ക് കാണാനോ അഥവാ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാനില്ലാത്തൊരവസ്ഥയാണത്രേ എന്ന് ഞാൻ പറഞ്ഞതല്ല. തലസ്ഥാനത്തെ ഒരു പൗരൻ റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞ പ്രതികരണം ഒന്ന് കേട്ടെ. ഇതിലായിട്ട് 3 ആഴ്ചയായി ഈ ഡ്രെയിനേജ് പൊട്ടി ഒഴുകി ഇതിലെ പോകുന്ന ആൾക്കാരുടെ മൊത്തം ദേഹത്ത് ഞങ്ങൾ കച്ചവടക്കാർ ഇവിടെ ഇരിക്കുന്ന വളരെ പേടിക്കാണ്. കാരണം ഈ വണ്ടിയുടെ എല്ലാം വെള്ളം അടിച്ച് നമ്മുടെ കടകളിലാണ് കയറുന്നത്. മേയറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. 6 പ്രാവശ്യം മേയറെ വിളിച്ചു, മേയർ ഫോൺ എടുക്കുന്നില്ല. അതുപോലെ മേയറുടെ ഓഫീസിൽ വിളിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ മേയറുടെ PA വിളിച്ചു, എന്നിട്ടൊന്നും അവരാരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ദുർഗന്ധം എന്ന് മാത്രമല്ലെന്ന് ഇത് ചൊറിച്ചിലാണ്. ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലാണ്. അതെ, പൈപ്പ് കിട്ടിയതാണ്. 3 മാസമായി പ്രശ്നം ഇങ്ങനെയുണ്ട്. 3 മാസമായിട്ട് പ്രശ്നം ഇത് കേട്ടല്ലോ. 6 തവണ മേയറുടെ ഫോണിലേക്ക് വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. മേയർ ഫോട്ടോഷൂട്ടിലല്ലേ, എങ്ങനെ ഫോൺ കിട്ടും? അദ്ദേഹം പലയിടങ്ങളിലും ഇപ്പോൾ ഹീറോയിസ്റ്റിക് ഇടപെടൽ നടത്തുന്നു എന്നതിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഓടി നടക്കുമ്പോൾ നഗരത്തിലുള്ള ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വിളിച്ചാൽ ഫോണിൽ കിട്ടുമോ? വളരെ പാടാണ്. അദ്ദേഹം ഷൂട്ടിങ്ങിന്റെ ബിസി കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാനുള്ള സമയമില്ലാത്തൊരവസ്ഥയുണ്ട്. ഒരു മേയർ എന്നാൽ നാട്ടിലെ പൗരന്മാർക്ക് വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയുണ്ടെന്നുള്ള പരാതി ഉയരുമ്പോൾ അദ്ദേഹം എത്രമാത്രം അപ്രാപ്യനാണെന്ന് അതിലൂടെ മനസ്സിലാക്കുകയാണ്. ഒരുപക്ഷെ തലസ്ഥാന നഗരത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബ്ലൂ പ്രിന്റ് വികസനത്തിന്റെ ഭാഗമായിട്ട് മുറിഞ്ഞ പാലത്തിന് സമീപം ഡ്രെയിനേജ് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. മഴക്കാലം തുടങ്ങിയതോടെ പൊട്ടി ഒഴുകുന്നതിന്റെ തീവ്രത ഉയർന്നു തുടങ്ങി. അപ്പോൾ മേയറെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നഗരത്തിലെ പൗരൻ വിളിച്ചപ്പോൾ ഫോണിൽ ദൈവം സഹായിച്ച് ഇതുവരെ മേയറെ കിട്ടാത്ത സാഹചര്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഇതിനെ സംബന്ധിച്ച് മേയർ മറ്റൊരിടത്ത് നടത്തിയ പ്രതികരണം കണ്ടപ്പോഴാണ് രണ്ടും കൂടി ചേർത്ത് വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ ഫോണിൽ വിളിക്കണ്ട, വേണമെങ്കിൽ നേരിൽ വന്നാൽ കാണാമത്രേ. എവിടെ? മെഡിക്കൽ കോളേജ് വാർഡിലുള്ള ആൾക്ക് മേയറെ കാണണമെങ്കിൽ രാത്രിയായിരുന്നാലും 12 മണി വരെ ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ കാണും, വണ്ടിയും പിടിച്ച് വരണമത്രേ. ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ടീമിൽ ആരെങ്കിലും ഒരാൾ രാത്രി 12 മണിയുടെ കാണും. ആരെങ്കിലും ഈ ഇരിക്കുന്ന ഇവിടെ ഡയസിലിരിക്കുന്നതിൽ സെക്രട്ടറി സെക്രട്ടറി 8-9 മണി വരെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഞാനൊരു 11-11 മണി വരെ ഇവിടെ തൊട്ടടുത്ത് എവിടെയും കാണും. നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമയം ഇടപെടും. ജനപ്രതിനിധി എന്നാൽ ജനങ്ങളുടെ അടുത്ത് ചെന്ന് വോട്ട് വാങ്ങിച്ച് വിജയിച്ചാണ് മേയറാകുന്നത്. മേയർ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഉള്ളിടത്തേക്ക് അവർ വരണമെന്ന് പറയുന്നത് എന്ത് തരം ജനാധിപത്യ ബോധമാണ്? ജനങ്ങളുടെ ഇടയിൽ ഫുൾ ടൈം കാണേണ്ട ആൾക്കാർ, ജനങ്ങൾ ആവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കേണ്ട വ്യക്തികൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്നത് ഒരുതരം അധികാരത്തിന്റെ ഹുങ്കും ധാർഷ്ട്യവുമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ ഒരു മേയർ വന്നതിന് ശേഷം നാട്ടുകാർക്ക് ഫോണിൽ പോലും കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് പരാതി ഉയർന്ന് തുടങ്ങിയിരിക്കുകയാണ്.